പാലക്കാട് കുടുംബ കല്ലിങ്ങൽ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് 3 യുവാക്കൾക്ക് ദാരുണ അന്ത്യമുണ്ടായത്. പാലക്കാട്ടെ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂഷ് എന്നിവരാണ് മരിച്ചത്. ഈ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ മരിച്ചവരുടെ 3 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ അവരെ ആശുപത്രി വിട്ടു. അവരുടെ പരിക്കുകളൊക്കെ വളരെ നിസ്സാരമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ അവിടെയാണ് അവരെ പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ ഇപ്പോൾ നമ്മുടെ ഐഷത്തുൽ ഷംനയുണ്ട്. ഷംന, ഈ 3 പേരും ആശുപത്രി വിട്ടോ? അവർക്ക് സാരമായ പരിക്കില്ല, അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ 3 പേരുടെ വിയോഗം ഒരുപക്ഷെ അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അവർക്ക് അത്രയും വലിയ കഥനഭാരത്തിലായിരിക്കും അവരൊക്കെ വീട്ടിലേക്ക് മടങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ ഷംന. ഈ 3 പേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ ഋഷി അതുപോലെ ജിതിനാണ് ചെവിക്ക് പുറകിൽ ചെറിയ ഒരു പരിക്കുള്ളത്. അത് രാത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ ENT ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രം ജിതിനെ മാത്രം റെഫർ ചെയ്തിരുന്നു. തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തിരുന്നത്. പക്ഷേ കുടുംബം മറ്റ് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കുടുംബം അറിയിച്ചത്. മറ്റ് 2 പേരുടെയും പരിക്ക്, അതായത് ആദിത്യന്റെയും ഋഷിയുടെയും പരിക്ക് ഗുരുതരമല്ല, നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബം ആശുപത്രിക്കാർക്ക് എഴുതി നൽകി കുടുംബം കൊണ്ടുപോയി എന്നാണ് ഇവിടുന്ന് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിച്ചത്. എന്തായാലും 3 പേർക്കും നിലവിൽ സാരമായ പരിക്കുകളില്ല. അത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഒപ്പം മരിച്ച 3 പേരുടെയും മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലുണ്ട്. അത് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും നിലവിൽ ഈ ഋഷിക്ക് മാത്രമാണ് ചെവിയുടെ പുറകിൽ ചെറിയ ഒരു പരിക്കുള്ളത്. അതും ഗുരുതര പരിക്കല്ല. പക്ഷെ രാത്രിയിൽ ENT സംവിധാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ജിതിനെ റെഫർ ചെയ്തത് എന്നാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഈ ഡോക്ടർമാർ ഉൾപ്പെടെ നമ്മളോട് അറിയിച്ചത്. മറ്റ് ഈ രോഹൻ സന്തോഷ്, രോഹൻ രഞ്ജിത്ത്, സനൂഷ്, ഈ 3 പേരുടെയും മൃതദേഹം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലുണ്ട്. അത് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 6 പേരും ഉറ്റ സുഹൃത്തുക്കളാണ്. വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എങ്കിൽ പോലും അവർ എല്ലാ ആഴ്ചയിലും അവധി ദിവസങ്ങളിലും ഒത്തുകൂടും. അങ്ങനെ ഒരു ഒത്തുകൂടലിന് വന്നതാണ്. അതിനിടയ്ക്കാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായ 3 പേരെയാണ് ഇവർക്ക് നഷ്ടമായത്. ആ ഒരു വേർപാടിന്റെ സങ്കടത്തിൽ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. എന്തായാലും 3 പേർക്കും ഈ ഋഷി, ജിതിൻ, ആദിത്യൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കുകൾ നിസ്സാര പരിക്കുകളോടുകൂടി അവർ ജില്ലാ ആശുപത്രി വിട്ടു എന്ന് തന്നെയാണ് SKN. ഓക്കെ, ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.